ഹലോ ഫ്രണ്ട്സ്, വി സെർച്ച് ഇൻഫോ എന്ന വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഒരു പുതിയൊരു കൗതുക വാർത്തയുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പറയാം. നമ്മുടെ ഓസ്ട്രേലിയയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് ക്യൂൻസ്ലാൻഡ് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മനോഹരമായ പർവ്വത നിരകളും അതുപോലെ തന്നെ മഴക്കാടുകളൊക്കെ നിറഞ്ഞ പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു സ്ഥലമാണ്. അങ്ങനെ ഈ ഒരു പർവ്വത നിരകളിലേക്ക് കുറെ പർവ്വതാരോഹകർ സാധാരണ പോലെ സഞ്ചരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരൊരു പ്രത്യേകതരം അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടത്. വെറും അത്ഭുതകരമായ കാഴ്ചയല്ല കേട്ടോ, അവരൊരു ജീവിയെ കണ്ടു. സ്റ്റിക്ക് ഇൻസെക്ട് എന്ന് വിളിക്കുന്ന ഒരു പ്രാണി. സാധാരണ നമുക്ക് സ്റ്റിക്ക് ഇൻസെക്ട് ഇവിടെ നമ്മുടെ നാട്ടിലും വീടുകളൊക്കെ കാണാറുണ്ട്. അതിന് ഏകദേശം ഒരു കൈയിന്റെ വിരലിന്റെ വലിപ്പം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അവർ കണ്ടെത്തിയ ആ ജീവി ഏകദേശം ഒരു കൈയുടെ വലിപ്പം ഉണ്ടായിരുന്നു. ഒരു ഭീമാകരമായ ആ ജീവിയെ കണ്ട് പലരും അത് അത്ഭുതപ്പെട്ടു, പലരും പേടിച്ചു. ആ സംഭവം നടന്നത് ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ മഴക്കാടാണിത്. അവിടേക്കാണ് ആ പർവ്വതാരോഹകർ നടന്നു വന്നത്. അവർ നടക്കുന്നതിനിടെയാണ് പല ശബ്ദങ്ങളും ആ ഒരു നിഗൂഢമായിട്ടുള്ള കാട്ടിൽ നിന്ന് കേൾക്കുന്നത്. പല ജീവികളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ സ്ഥലം. പെട്ടെന്നാണ് ആ ഒരു ജീവിയെ കണ്ടത്. ആ ജീവിയെ അവർ തിരിച്ചു കൊണ്ടുപോയി. അവർ ഓസ്ട്രേലിയയിലെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർക്ക് പഠനത്തിന് കൊടുക്കുകയും ചെയ്തു. ഗവേഷകർ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് അറിവുകൾ അവർക്ക് മനസ്സിലായി. ഒരു കുന്നിൻ്റെ ചെരിവിലാണ് ഇതുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത് കാണാതിരുന്നത്. ഈ പ്രാണി ഇത്രയും വലുതാവാൻ കാരണം പരിണാമത്തിൻ്റെ മാറ്റം അതിന് വിധേയമാവാത്തത് കൊണ്ടാണ്. ഇത്തരം പ്രാണികൾ ഒരുപാടെണ്ണം നമ്മുടെ ഭൂലോകത്തുണ്ടാവാം. അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരും അല്ലേ, പാറകൾക്കിടയിൽ നിന്നോ മലകൾക്കിടയിൽ നിന്നോ ഒക്കെ. നമുക്ക് കാത്തിരിക്കാം അത്തരം ജീവികൾ നമ്മുടെ ഭൂലോകത്തേക്ക് തിരിച്ചു വരുന്നത്. അത് കൂടുതൽ പഠനവിധേയമാക്കി കഴിഞ്ഞാൽ പഴയ പരിണാമ സിദ്ധാന്തം വീണ്ടും നമുക്ക് പഠിക്കാൻ കഴിയും അല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ചാനൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.